ലെറ്റ്സ് ഗോ ടു ഐൽ ഓഫ് വൈറ്റ്. ഇംഗ്ലണ്ടിൻ്റെ ലാൻഡിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഐലൻഡാണ് ഐൽ ഓഫ് വൈറ്റ്. നമ്മൾ റെഡിങ്ങിൽ നിന്ന് പോർട്സ്മൗത്ത് ഹാർബറിലെത്തിയിട്ട് അവിടെ നിന്ന് ഒരു 30 minutes ഫെറി റൈഡിലാണ് ഐൽ ഓഫ് വൈറ്റിലെത്തുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഫെറി റൈഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ പോർട്സ്മൗത്ത് ഹാർബറിൽ ഇറങ്ങിയിട്ട് നമുക്കൊരു 10 minutes നടക്കാനുണ്ടായിരുന്നു നമ്മുടെ ഫെറിയുടെ പിക്കപ്പ് പോയിന്റിലേക്ക്. ഇങ്ങനെയാണ് ഫെറിയിലേക്ക് കയറുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, ബട്ട് സ്റ്റിൽ സോ വി ആർ സോ എക്സൈറ്റഡ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി ടോപ്പ് ഡെക്കിലെത്തി ആൻഡ് ഇറ്റ് വാസ് ഓൾ വർത്ത് ഇറ്റ്. ഓ മൈ ഗോഡ്, എങ്ങനെ ഉണ്ടായിരുന്നു ഫെറി റൈഡ്? ഹോട്ടൽ നമ്മൾ 3 o'clock ചെക്ക് ഇൻ. പക്ഷെ ഇപ്പോൾ 1 മണി ആയിട്ടുള്ളൂ. നമുക്ക് ചെന്ന് ബാഗൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ അവിടെ ചെന്ന് ബാഗൊക്കെ വെച്ചിട്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കണം. നമ്മൾ ആദ്യം നീഡൽസിലേക്കാണോ പോകുന്നത്? നമ്മൾ ഫെറി ഇറങ്ങിയിട്ട് കുറച്ചൊരു 15 minutes നടന്നൊരു ബസ് സ്റ്റോപ്പിലെത്തി. അവിടുന്ന് ബസ് കയറി വേണമായിരുന്നു നമുക്ക് നമ്മുടെ ഹോട്ടലിലെത്താൻ. ബ്യൂട്ടിഫുൾ സീൻസാണ് നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അവിടുത്തെ ഓരോ ബിൽഡിങ്സും വീടുകളും എല്ലാം ഭയങ്കര യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് ഒരുപാട് ഹിപ്പി റൈഡേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലെത്തി, ചെക്ക് ഇൻ ചെയ്ത് ഡ്രസ്സെല്ലാം മാറി നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി. ആൻഡ് ദെൻ വി സ്റ്റാർട്ടഡ് ദ റൈഡ്. ഒരു ബസ്സിലൊരു 1.5 hours റൈഡ് ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ഓൾഡ് വില്ലേജിലേക്കാണ്. അവിടെയുള്ളൊരു സ്മോൾ ടൗണും. സോ അവിടെ മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്നത് അവിടുത്തെ ഓൾഡ് ബിൽഡിങ്സും അല്ലെങ്കിൽ പണ്ടത്തെ വീടുകൾ, അത് ചാർക്കോളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പഴയ വീടുകളും അതൊക്കെ അവരിപ്പോഴും അങ്ങനെ തന്നെ കൊണ്ട് നടക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ. പിന്നെ സ്മോൾ ബിസിനസ്സസും പബ്സും ഒക്കെ ഉണ്ട്. പിന്നെ ദെൻ നമ്മൾ പോയത് ഒരു ഷാങ്ക്ലിൻ ചീൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പം ഇവിടെ ഒരു വാട്ടർഫോൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബട്ട് ദാറ്റ് വാസ് നോട്ട് ദാറ്റ് വർത്ത് ഇറ്റ് എനിക്ക് പേഴ്സണലി. കാരണം നമ്മൾ നാട്ടിൽ അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് ഇവിടെ കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളായിരുന്നു. ബട്ട് ദീസ് ഓൾ വെയർ മാൻ മെയ്ഡ്. അതുകൊണ്ട് കാണാൻ രസമുണ്ടായിരുന്നു. Day 1 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. Day 2 നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.